അപ്പൊ ഒരുപാട് ദിവസങ്ങളും ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. വണ്ടി കൊടുത്തതിന് ശേഷം തിന്നിട്ടില്ല. വണ്ടി കൊടുത്തു എന്നുള്ള ആ ഒരു വിവരം നിങ്ങളൊക്കെ അറിയിച്ചതിന് ശേഷം വീഡിയോ എടുത്തിട്ടില്ല. ഒരു മാസം ആയി. അതിൻ്റെതൊക്കെ ഞാൻ അടുത്ത ഇതിൽ പറയാം എന്താണ് ഏതാണെന്നുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ ഒരു മാസം കഴിഞ്ഞു നമ്മളെ വണ്ടി ഇൻഷാ അല്ലാഹ് കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞു. ഇപ്പൊ വണ്ടി വേറെ പുതിയത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ വീഡിയോ അല്ല ആ വണ്ടി ഏതാണെന്ന് കാണാൻ ഈ വീഡിയോ ഫുള്ളായിട്ടാണ് കണ്ടാടി. ഞങ്ങൾ വണ്ടി കൊണ്ടുവരാൻ പോകണ്ട. ഇപ്പൊ ഇന്ന് നമ്മളെ വണ്ടി ഡെലിവറിയാണ്. 3:30 പറഞ്ഞത്. അപ്പൊ സമയം അത്രയായി, 3:30 ആവാനായി. ഒരിക്കലും നമ്മൾ അവിടേക്ക് എത്തൂല. അല്ല ഇൻഷാ അല്ലാഹ് നമുക്ക് വിടാം. 2 മാലാഖമാരുണ്ട് ഇവിടെ പുറത്ത് വണ്ടി കൊണ്ടുവരാൻ. അപ്പൊ ഇതാണ് നമ്മള് ഓടിയുടെ വണ്ടി. ഇതിന്റെ അവസ്ഥ അത്രയും അടിപൊളി വണ്ടിയാണ്. കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഇവിടെ ഇരിക്കാനുള്ള കഷ്ടപ്പാട് തിക്കിലേ അറിയുള്ളൂ. ഇവിടെ ഒരു സാധനം ഉണ്ട്, ഒരു വടി. ഇവനാണ് കുട്ടിയാല് വെക്കേഷൻ കഴിഞ്ഞ് ഓണപ്പൂട്ട് കഴിഞ്ഞ് തുറന്നു വരുമ്പോ നാളെ ഒരു ദിവസം വിളിച്ചു കിട്ടും. അതല്ല എന്നാലും എല്ലാതും കഴിഞ്ഞാണ്ട് ഉഷാറായിട്ട് പോവാന് വെക്കേഷൻ കഴിഞ്ഞിട്ട് പോവാൻ. അപ്പൊ നമ്മളിന്ന് പോകേണ്ടത് എങ്ങനെ? പോകേണ്ടത് ബസ്സിന്. തോട്ടരുമ്പ പണ്ട് പുതിയ പോകണ വരിയായിട്ട് തോട്ടരുമ്പിനാട്ടോ ഞങ്ങൾ പോകണ്ടേ. അപ്പൊ നമ്മളെ വണ്ടി ഇവിടെ നമ്മളെ കയ്യിലുള്ള വണ്ടി കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ നമ്മളെ തോട് കണ്ടങ്ങൾ വെള്ളം പച്ച കുറഞ്ഞു മഴ പോയോട് ആകെ നാശപൂശ. നമ്മളെ അടിപൊളിയായിട്ട് വീഡിയോ എടുത്ത സ്ഥലത്തിന്റെ അവസ്ഥ പെടാത്ത പാടം പൂട്ടിയതാണ് കൃഷിക്കും വേണ്ടിട്ട്. ഞാൻ വേറൊരാളുമായിട്ട് ഇഷ്ടത്തിലാണ്. ഞാൻ അയാളെ മാത്രമേ വിവാഹം കഴിക്കൂ. ഇവിടെ കേട്ടോ ഇപ്പൊ നമ്മളെ വണ്ടിന്റെ സ്ഥലത്തെത്തിട്ടോ. വണ്ടി ഏതാന്ന് ഇപ്പൊ കാണി. അങ്ങനെതാ നമ്മളെ ആ ഒരു സ്വപ്നം പൂവണിയാനായിട്ട് നമ്മൾ ഷോറൂമിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇതാ മോടി പോച്ച് ഇങ്ങനെ കുത്തിരിക്കണത്. എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് ഇവിടെ. ചെറിയ 1-2 ഒപ്പിട്ട് കൊടുക്കാണ്ട്. അപ്പോൾ അത് ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഡീലറായിട്ട് ഇത് മൂപ്പരപ്പം നിൽക്കുകയാണ്. മൂപ്പര് അടിപൊളിയാണ്. മൂപ്പരുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സമയത്ത് വണ്ടി ഇങ്ങനെ കിട്ടിയത്. മൂപ്പര് ഒരുപാട് അതിൻ്റെ വൈത്തല നടന്ന് എല്ലാം റെഡിയാക്കി തന്നെ. നമ്മളൊരു കാര്യം അറിഞ്ഞിട്ടില്ല. ഞാനും ഒപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇതൊക്കെ ഓരോത്തുള്ളൂ ലൈമ് കുടിക്കൽ തുടങ്ങി. ഏതായാലും എനിക്കുള്ള ലൈമുണ്ട്. ഞാനത് കുടിച്ച് ഡെലിവറി ആയിട്ടാണ്. അങ്ങനെ അൽഹംദുലില്ലാ കുറേ കാലത്തിൻ്റെ സ്വപ്നമാണ് ഈ ഒരു പുതിയൊരു വണ്ടി ഇറക്കുക എന്നുള്ളത്. അപ്പോൾ ഇലക്ട്രിക് വണ്ടിയാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ഇത് മോണ്ട്ര ഇലക്ട്രിക് മലപ്പുറത്തുള്ള എക്സോട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ മൂപ്പരാണ് നമ്മുടെ ഡീലർ. അപ്പോൾ മൂപ്പരെ പറ്റിയൊക്കെ നമ്മൾ വീണ്ടും പരിചയപ്പെടുത്തി തരുന്ന വേറെ വീഡിയോ ഒക്കെ ചെയ്യും. എന്തായാലും എല്ലാവരും ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. അങ്ങനെ ഞാനിതാ വണ്ടിയിലാണ്ട് കയറാൻ നിൽക്കട്ടെ. എന്തായാലും ബിസിനസ് ചൊല്ലിക്കാണ്ട് ഞാൻ വണ്ടിയിൽ കയറി നമ്മളെ വണ്ടി മുന്നോട്ടെടുത്ത് ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. കാരണം ഇലക്ട്രിക് വണ്ടി ഇതിൻ്റെ മുന്നേ ഓടിച്ചിട്ടില്ല. സംഗതി നമ്മൾ ബസ്സൊക്കെ ഓടിക്കുമെങ്കിലും ഇത് ഫസ്റ്റ് ടൈം എടുത്തപ്പോൾ ഭയങ്കര എന്തൊക്കെയോ ഒരു അവസ്ഥ. അപ്പോൾ ഇതാണ് പൂക്കോട്ടൂരുള്ള മോണ്ട്ര ഇലക്ട്രിക് എക്സോട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഇട്ടാ. അപ്പോൾ ഇതിൻ്റെ കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ വീഡിയോ ചെയ്യാം. അപ്പോൾ മക്കളെ റാഹത്തായിട്ടാണ് നമ്മളെ വണ്ടിയായിട്ട് പോന്നു. നമ്മളെ വണ്ടി ഇറക്കിയ സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ഇട്ടുട്ടാ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടും. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ എടുക്കാം. നമ്മളെന്തായാലും ഇപ്പോൾ വണ്ടിയായിട്ട് ഫസ്റ്റായിട്ടാണ് നമ്മൾ ഈ വണ്ടി ഓടിക്കണ്ടേ. അപ്പോൾ അതായിട്ട് പെരീക്കെത്താന്നുള്ളതാണ് ഒരു ഉദ്ദേശം. എന്തായാലും വീഡിയോയിൽ ഇനി സൗണ്ട് കറക്റ്റ് കേൾക്കും. അതും കൂടി നമ്മൾ ഈ ഒരു വണ്ടി എടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഉദ്ദേശമാണ്. അപ്പോൾ ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് ഏതാണ് ഈ വണ്ടി എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എന്തായാലും വീട്ടിലേക്ക് എത്തട്ടെ. വീട്ടിലത്തെ വീഡിയോ കൂടി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ബാക്കി പറയും. ഇനി വണ്ടി ഓട്ടൊക്കെ പറയാൻ പറ്റും. വർത്താനം പറഞ്ഞ വീഡിയോ ഒക്കെ എടുത്താലോ. അവിടുന്ന് ചാട്ടാക്കുമ്പോൾ അവിടെ ആ കടയുടെ ഉള്ളിൽ കൂടെ വരണല്ലോ. ചാട്ടാക്കുമ്പോഴേക്കും ചെറിയൊരു സൗണ്ട് ഉണ്ടാവും വെച്ചാണേ. പക്ഷെ ആ സൗണ്ട് പോലെ ഇല്ല. എന്തേ രണ്ടാളും 2 തലക്കൽ കയറി വന്ന് നമ്മളെ നാട്ടിലെത്താനായിട്ടാ. ഏകദേശം നമുക്ക് നാട്ടിലേക്ക് എത്താനായി. നമ്മളെ ആളുകളൊക്കെ ബാക്കിലുണ്ട്. ഞാൻ വണ്ടി ഇങ്ങനെ ഓടിച്ച് പഠിച്ച് വന്നിട്ടാ. ഏകദേശം പഠിച്ച് ഇവിടെ എത്തിക്കുന്നത് കുഴപ്പമില്ല. ഒന്നുകൂടി ആവാണ്ട്
ഓക്കെ. അങ്ങനെ തപ്പി തടഞ്ഞ് വായിച്ച് ഞാൻ ഏതായാലും ഇവിടെ എത്തിയിട്ടാ. ഫസ്റ്റ് വണ്ടി എടുക്കുക ആയതുകൊണ്ട് തന്നെ ഒരു പേടി, നല്ലോണം പേടി ഉണ്ടായിരുന്നു. ബാക്കിൽ നിന്നൊരു വണ്ടി ഓൺ അടിക്കുമ്പോഴത്തേന് ഞാൻ പേടിച്ചാണ് ഏതായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയത് കേട്ടോ. അത്യാവശ്യം കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് എത്തിയത്. ഏതായാലും അൽഹംദുലില്ലാ വീട്ടിൽ റാഹത്തായിട്ട് എത്തിയിട്ടോ. അപ്പോൾ വണ്ടി എല്ലാവരും അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുള്ളത് നമ്മൾ ഒരുപാട് കാലത്തെ ആഗ്രഹത്തിൻ്റെ ശേഷമാണ് ഈ വണ്ടി സ്വന്തമാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എന്തായാലും നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ഇട്ടാളി. അപ്പോൾ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളിട്ടോ. കുട്ടികളെ മൗലൂദിനെ കൊണ്ടുവന്നതാണ് അൽഫിത്രിക്ക് സ്നാപ്പൊക്കെ. കുട്ടികളെ മൗലൂദിനെ കൊണ്ടുവന്നോ. കുറച്ച് ഒരാൾ കുടിച്ച് ഇത് കുടിച്ച് ഇതൊരാൾ കുടിച്ച് തര കുറിച്ച് പന്തലിട്ടാണ്. അല്ല കൊണ്ടോട്ടിന്ന് ഒന്ന് സ്റ്റോവ് ആക്കി കാണേ, ഒന്ന് സൈഡ് ആക്കി കേട്ടാ. അതിൽ കാക്കച്ചിയാണ് തൂറി തൊടച്ചാട്ട് ഭയങ്കര എന്നാലും ആ കാക്കച്ചി എന്തൊരു പാടനെ വണ്ടി തുറക്കാണ്. കാക്കച്ചി തൂരി കാക്കച്ചി എനിക്കിത് തോന്നിയല്ലോ കാക്കച്ചി.